കൊച്ചി ദേവസ്വം ബോർഡിന്റെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ബോർഡ് യോഗത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. 2025-26-27 വർഷത്തേക്ക് 359.95 കോടി രൂപ വരവും 356.67 കോടി രൂപ ചെലവും കണക്കാക്കി 3.28 കോടി രൂപ മിച്ച ബഡ്ജറ്റാണ് ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് തുക മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ നടന്നു വരുന്ന കമ്പ്യൂട്ടറൈസേഷൻ, ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടറൈസേഷനും ഓൺലൈൻ ഫയലിംഗ് സംവിധാനവും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവ കുറെ കൂടി ഊർജിതമായി നടപ്പാക്കാൻ വേണ്ടി 2 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ പല ക്ഷേത്രങ്ങളിലും ഭണ്ഡാരം കവർച്ചയൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും CCTV സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ CCTV സംവിധാനം ഒരുക്കുന്നതിന് 2 കോടി രൂപ ഈ ബഡ്ജറ്റില് വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ പ്രധാന ക്ഷേത്രങ്ങളിലെ, അതായത് ചോറ്റാനിക്കര, തൃപ്രയാറ്, കൊടുങ്ങല്ലൂര്, അതുപോലെ തന്നെ വടക്കുനാഥൻ, തിരുവല്ലമല തുടങ്ങിയ മേജർ ക്ഷേത്രങ്ങളിലെ അവിടെയൊക്കെ DPR തയ്യാറാക്കി, മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി അതിന്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഈ ബോർഡ് ആലോചിച്ചിട്ടുണ്ട്. അത് ബഡ്ജറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള തുക DPRന് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള ഭൂമിയിൽ മറ്റേ കൃഷി ഇറക്കുന്നതിന്, അത് പൂജാപുഷ്പങ്ങളും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ ഔഷധ സസ്യ കൃഷി, അത് KFRയുമായി യോജിച്ച് ആയുർവേദ ഔഷധ നിർമ്മാണ കമ്പനികളുടെ അസോസിയേഷനുമായി കൂടിച്ചേർന്നുകൊണ്ട് കൃഷി ഇറക്കുന്നതിനുള്ള ഒരു പദ്ധതി ദേവസ്വം ബോർഡ് ആലോചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പെരുവന്മലയില് അത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി, അവിടെ ചില വൃക്ഷത്തൈകൾ, ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പണി നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ടെമ്പിൾ ടൂറിസം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2025-26 നാലമ്പല ദർശനത്തിന് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിച്ചത് വളരെ ഫലപ്രദമായി നടപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കുറെ കൂടി ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടി ടെമ്പിൾ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിന് 10 ലക്ഷം രൂപയാണ് ഈ ബഡ്ജറ്റില് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള കുളങ്ങളും കിണറുകളും ഒക്കെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. കുറുമാരി ഭഗവതി ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപം നവീകരിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അവിടെ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപത്തിന്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി 50 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ പഴയന്നൂർ ക്ഷേത്രത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ വേണ്ടി അവിടെ ക്ഷേത്ര ഉപദേശക സമിതിയുമായി ചേർന്നുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിന് 50 ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. ജീവനക്കാർക്ക് അപകടമോ അതല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അസുഖം മൂലമുണ്ടാകുന്ന ചികിത്സയ്ക്ക് വേണ്ടി അഡ്വാൻസ് നൽകുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപയും, അതുപോലെ തന്നെ ചികിത്സ ധനസഹായമായി വേറെ 10 ലക്ഷം രൂപയും ജീവനക്കാർക്ക് വേണ്ടി പ്രത്യേകമായി ഈ ബഡ്ജറ്റിൽ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. സോളാർ പദ്ധതി, വൈദ്യുതി ഉപയോഗം ധാരാളം വരുന്നതാണ് ഈ ക്ഷേത്രങ്ങളിൽ. ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ സോളാർ പാനൽ ഘടിപ്പിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും മറ്റേ ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉള്ള പദ്ധതിക്ക് നമ്മൾ ആസൂത്രണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശാന്തിമഠങ്ങൾ നിർമ്മിക്കുന്നതിന് ക്ഷേത്രങ്ങളിൽ അതിനുള്ള പദ്ധതി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ദേവസ്വം ബോർഡിന്റെ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഒന്ന് ശ്രീ കേരളവർമ്മ കോളേജ്, അതുപോലെ തന്നെ വിവേകാനന്ദ കോളേജ്, പിന്നെ ചിറ്റൂര് പാഠശാല. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അവിടെ വിദ്യാഭ്യാസ അവാർഡുകളും കായിക പ്രോത്സാഹനത്തിന് വേണ്ടിയുള്ള മറ്റ് അവാർഡുകളും
നൽകുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്കുള്ള അപകട ഇൻഷുറൻസ് ഉത്സവ സന്ദർഭങ്ങളിലായാലും മറ്റേ ക്ഷേത്ര ദർശന സമയത്തായാലും ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവർക്കുള്ള അപകട ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വാദ്യകലകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി താന്ത്രിക വിദ്യാ പഠന കേന്ദ്രങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ അതിനുള്ള പദ്ധതികളും ദേവസ്വം ബോർഡ് ആവിഷ്കരിച്ച് വരുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ കെട്ടിടങ്ങളും നവീകരിക്കൽ പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്, അവർക്ക് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി 4 കോടി രൂപ ഇതിന്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ 2026-27 സാമ്പത്തിക വർഷത്ത് സമഗ്രമായ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ജീവനക്കാർക്കുള്ള ക്ഷേമ പദ്ധതികളും മറ്റേ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനും കായിക പ്രോത്സാഹനത്തിനും ഒക്കെയുള്ള ബഡ്ജറ്റാണ്. അതിനുള്ള തുകയൊക്കെ വകയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ തവണത്തെ ബഡ്ജറ്റ് അംഗീകരിച്ചിട്ടുള്ളത് അറിയിക്കുകയാണ്. ഈ വടക്കേശ്വര ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥലമാണ്.